രമേശ് ചെന്നിത്തല നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അത് കാര്യമായൊന്നും അദ്ദേഹം പറയുന്നില്ല. സന്തോഷവാനാണോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടിയുമില്ല. അപ്പോൾ ആഭ്യന്തരവും വിജിലൻസും കൊണ്ട് കാര്യമില്ല, സംതൃപ്തനല്ല അദ്ദേഹം എന്നാണോ കരുതേണ്ടത്? അമൃത, ഏതെങ്കിലും തരത്തിലൊരു പൂർണ്ണമായ സെറ്റിൽമെന്റ് രമേശ് ചെന്നിത്തലയുമായി ഇതുവരെ നടത്തിയത് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം എന്തായാലും ക്യാബിനറ്റിലുണ്ടാകും. ആഭ്യന്തര വകുപ്പും വിജിലൻസുമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ചില പേരുകളുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്നലെയൊക്കെ കേട്ടതുപോലെ അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ അടക്കമുള്ള പേരുകളാണ്. അതിലിപ്പോൾ ഒരു ചർച്ചയായി തുടരുന്നത് IC ബാലകൃഷ്ണന്റെ പേരാണ്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാകും, എത്രത്തോളം VD സതീശൻ വിഭാഗം അംഗീകരിക്കും, VD സതീശൻ അത് അംഗീകരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കമാണ്. പക്ഷേ ചെന്നിത്തലയെ സംബന്ധിച്ച് ചെന്നിത്തല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴും നടത്തുകയാണ്. IC ബാലകൃഷ്ണൻ എന്ന പേരിലാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇനി അവശേഷിക്കുന്ന മന്ത്രിസ്ഥാനങ്ങളിൽ അതിൽ കാര്യമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. VT ബൽറാം, അതേപോലെ T സിദ്ദീഖ് ഉൾപ്പെടെയുള്ള പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇന്ന് KPCC നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെന്നിത്തലയുടെ വീട്ടിലാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണാമെന്ന് രാവിലെ പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നീട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പിനാണ് സാധ്യത കൂടുതൽ. K മുരളീധരന് ആരോഗ്യ വകുപ്പ് നൽകും. AP അനിൽകുമാറിന് ടൂറിസവും എക്സൈസും നൽകും. ഈ ടൂറിസത്തിൽ നേരത്തെ ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് കൊടുക്കേണ്ടതില്ല, കോൺഗ്രസ് തന്നെ തുടരും എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അത് നേരത്തെ ഘടകകക്ഷികളുടെ കയ്യിലാണ്, പ്രധാനപ്പെട്ട വകുപ്പാണ്. ആ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വകുപ്പ് മന്ത്രിയായി PC വിഷ്ണു എത്തിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ധനവകുപ്പിന് പുറമെ തുറമുഖ വകുപ്പ് അത് മുഖ്യമന്ത്രി കൂടിയായ VD സതീശൻ അദ്ദേഹം ഏറ്റെടുക്കും. ധനവകുപ്പും തുറമുഖ വകുപ്പും VD സതീശനായിരിക്കും നോക്കുക എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. CP ജോണിന് മുൻപിലേക്ക് സഹകരണ വകുപ്പാണ് വെച്ചിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ, വകുപ്പ് സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തിയാക്കും. അമൃത, ഹഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.